നമസ്കാരം കൂട്ടുകാരെ. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം നമ്മുടെ നാട്ടിലെ ക്യാൻസർ രോഗം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഒരുപാട് ക്യാൻസർ രോഗികളുടെ ദുഃഖങ്ങളും കണ്ണീരുകളും പരിദേവനങ്ങളും കണ്ട് മരവിച്ചൊരു ചെവിയാണിത്. കണ്ട് മരവിച്ചൊരു കണ്ണാണ് എൻ്റേത്. ഒരുപാട് മരിച്ചിട്ടുള്ള രോഗികളെ, ക്യാൻസർ രോഗികളെ, അവരുടെ മയ്യത്ത് അല്ലെങ്കിൽ മൃതശരീരം, അവരുടെ നിർജീവമായിട്ടുള്ള ശരീരം എടുത്ത് അവരുടെ മൃതശരീരം ഒരുക്കിയിട്ടുള്ളൊരു കൈയാണത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈകൂപ്പി പറയുകയാണ്, ദയവായി ഇത് മുഴുവനായി നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗിയുടെ ഉണ്ടാകാനായിട്ട് നിങ്ങളായിട്ട് ഇടവരുത്തരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതോ ഒന്നുമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, എൻ്റെ അനുഭവമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാം വിഷമയമായിരിക്കുകയാണ്. എല്ലാം ഒന്നിനൊന്ന് സാധനങ്ങൾ വിഷമാണ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരായിട്ട് ഇന്ന് ഒരു പറ്റം ആൾക്കാർ മാറിയിരിക്കുകയാണ്. അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ നമ്മുടെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ല ബുദ്ധിയോടുകൂടി മാത്രം എണ്ണ നല്ലത് ഏതൊന്ന് ചൂസ് ചെയ്യുക. ഞാൻ ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല. ഇന്ന് പത്രവാർത്തകളിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്, എന്നും വരുന്ന എണ്ണകളിൽ ഒരുപാട് അഡൾട്രേഷൻ, മാലിന്യം കലർന്ന എണ്ണകൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ധാരാളമായിട്ട്, നമുക്കൊന്നും പോയി ഓരോ ദിവസം സാമ്പിൾ എടുത്തൊന്നും അന്വേഷിച്ച് ഇത് നല്ലതാണോ അത് നല്ലതാണോ എന്നൊന്നും അറിയാൻ പറ്റുകയില്ല. നല്ല എണ്ണ ചൂസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധി, ദൈവം തന്നിരിക്കുന്ന ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, ശർക്കര അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കെമിക്കൽസ് അതിനകത്ത് ചേർക്കുന്നു എന്ന്. കുഞ്ഞു കൊച്ചുങ്ങൾ, മാലാഖ കുഞ്ഞുങ്ങളുടെ വരെ ജീവനെ എടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി വളർച്ചയെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കോമ്പണൻസ് ഒക്കെ ചേർത്ത സാധനങ്ങൾ വിൽക്കുന്നവരെ എന്തെന്നാണ് മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ? അവരെ മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റുകയല്ല. പിന്നെ നമ്മൾ കാണുന്നതാണ് ടേസ്റ്റ് ഇൻഡ്യൂസർ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ കരിഞ്ഞിട്ടുള്ള എണ്ണ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാളകൂട വിഷത്തിൻ്റെ, കരിയോയിലിൻ്റെ കടലയുടെ എണ്ണയിലൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയി ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിഷം വാങ്ങിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നത്. അങ്ങനെയുള്ള രുചി നമുക്ക് വേണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയണം. നമുക്ക് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്യാൻസർ രോഗികളായിട്ട്, ഞാൻ പറയട്ടെ, ഒരു രോഗി അദ്ദേഹത്തിന് മോർഫിൻ കൊടുക്കാൻ പറ്റാനായിട്ട് ഒരു IV ക്യാനിൽ ഇടാനായിട്ട് 10-30 കുത്തിയാലും കിട്ടാത്ത അവസ്ഥയാണ്. കീമോതെറാപ്പിയൊക്കെ എടുത്ത് ഞരമ്പൊക്കെ കരിഞ്ഞു പോയി ഒരു വെയിൻ കിട്ടാത്ത അവസ്ഥയിൽ ഞങ്ങൾ ദുഃഖിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത്. നിങ്ങളും കഴിക്കരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വാങ്ങിച്ചു കൊടുക്കരുത്. എണ്ണ വീണ്ടും വറുത്ത് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഭക്ഷണം നമുക്ക് വേണ്ടാന്ന് നമ്മൾ ഉറപ്പിച്ച് പറയണം. നമുക്കത് വേണ്ട, അവൻ്റെ സ്ഥാപനം പൂട്ടിപ്പോയിക്കോട്ടെ, നമുക്ക് അങ്ങനത്തെ ഭക്ഷണം ആവശ്യമില്ല. പിന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വെറും നെറിവുകളാണ് ഈ കെമിക്കൽ, പ്ലാസ്റ്റിക്കുകൾ, ഖരമാലിന്യങ്ങളൊക്കെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞിട്ട് ഇട്ട് കത്തിക്കുന്ന ഒരു പരിപാടി. ഇത് അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചു നിർത്തി അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം, ഈ പരിപാടി ഇവിടെ പറ്റില്ല എന്ന് പറയണം. നിങ്ങൾ ഏത് വലിയവനായിക്കോട്ടെ, എത്ര വലിയവനാണെങ്കിലും അതിവിടെ നടക്കില്ല എന്ന് നിങ്ങൾ പറയണം. കാര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന, നിങ്ങളുടെ സമൂഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നം ഭയങ്കര വലുതാണ്. കാര്യം ഈ ആക്രി കടകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ആളായിരിക്കും, അവൻ വലിയ ആളായിരിക്കും, ജന്മി ആയിക്കോട്ടെ, അവൻ ഏത് മുതലാളി ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അവരിഞ്ഞ് കത്തിക്കുന്ന പരിപാടി, അവൻ്റെ ബിസിനസ് പൂട്ടിപ്പോയാലും പ്ലാസ്റ്റിക് കത്തിക്കുന്ന പരിപാടി കണ്ടാൽ അവൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കണം, എന്തിനാ അത് ചെയ്യുന്നത്? നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിക്കുക, ഇവിടെ ഈ പരിപാടി നടക്കില്ല എന്ന് പറയണം. റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, രോഗികൾ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾക്കൊക്കെ ഉണ്ടാകുന്ന ദോഷം ഭയങ്കര പ്രശ്നമാണ്. കാര്യം ഇതുണ്ടാക്കുന്ന എമിഷൻ, ഈ ടോക്സിക് എമിഷൻ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന രോഗങ്ങൾ വളരെ കൂടുതലാണ്. ഒന്നാമത്തെ വണ്ടി മുട്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റില്ല. അതിന് കൂടാണ്ട് ഫാക്ടറികളിൽ നിന്ന് വരുന്ന കാർബൺ എമിഷൻ, അതുകൂടാണ്ടാണ് ഈ പ്ലാസ്റ്റിക് കത്തിച്ചുള്ള പുകയും കൊണ്ട് ഉണ്ടാക്കുന്ന പരിപാടി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു നിർമ്മാർജ്ജനമായിട്ട് കണക്കാക്കേണ്ട, അവനോട് പറ്റില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറയാം. പിന്നെ അടുത്തൊരു കാര്യം പറയാനായിട്ടുള്ളത്, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വരുന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണോ നല്ല പ്ലാസ്റ്റിക് ആണോ നമുക്ക് അറിയത്തില്ല. നമുക്ക് പ്ലാസ്റ്റിക്കിന് തന്നെ പല ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അച്ചാറുകളൊക്കെ പ്ലാസ്റ്റിക് കൂപ്പുകളിൽ തന്നെയാണെങ്കിൽ അത് ഇനി എന്ത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും നിങ്ങൾ അത് വാങ്ങിക്കാണ്ടിരിക്കുക. പരമാവധി അച്ചാറുകൾ, പ്രിസർവേറ്റീവ് കലർന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോട് തന്നെ എനിക്കൊരു അഭിപ്രായമില്ല. എന്നാലും നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയി കുറച്ച് നാരങ്ങയോ അച്ചാറോ ഈത്തപ്പഴമോ ഒക്കെ കൊണ്ടുവന്ന് നിങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കും. അച്ചാറുകൾ പ്രിസർവ് ചെയ്യാണ്ട് ഉള്ള അച്ചാറുകൾ വാങ്ങിക്കാനായിട്ട് നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുമല്ലോ. നമുക്ക് പറ്റാത്ത കാര്യമൊന്നുമില്ലല്ലോ, കുറച്ച് സമയമൊന്നും മെനക്കെട്ടാൽ മതിയല്ലോ.
ചില്ലിൻ്റെ കുപ്പിയിൽ അച്ചാറുകൾ ഉണ്ടാക്കി വെക്കുക. കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് പരമാവധി ഇത്തരത്തിലുള്ള വലിയ വലിയ രോഗങ്ങളെയൊക്കെ ക്ഷണിച്ചു വളർത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ അച്ചാറുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ചില്ല് കുപ്പിയിൽ ഓൾറെഡി അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൽ കൂടി ഉണ്ടായിരുന്ന കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ എന്തിനാണ് എടുത്ത് വെക്കുന്നത്? അപ്പോൾ അതും പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. പുകവലിക്കുന്ന ആളാണോ നിങ്ങൾ മദ്യപിക്കുന്ന ആളാണോ? പുകവലിച്ച് നിങ്ങൾക്കൊരു മരണം സംഭവിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥരായി പോവില്ലേ? മദ്യപിച്ച് നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥരായി പോവില്ലേ? ഇതൊക്കെ ക്യാൻസറിനെ വിളിച്ചു വരുത്തുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ പുകവലിക്കുന്നത്? നിങ്ങൾക്ക് പറ്റാത്ത കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒരു ദിവസം തീരുമാനിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി ഞാനിത് ഉപേക്ഷിക്കുന്നു എന്ന് തീരുമാനിച്ച അത്രയേ ഉള്ളൂ. ആ കാര്യം കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് തീരുമാനിക്കുക. നിങ്ങളുടെ കൈ കൂപ്പി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, പുകവലിയും മദ്യപാനവും നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. പിന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം, അലൂമിനിയം പാത്രങ്ങൾ, ഫ്രൈയിങ് പാനുകൾ, സ്റ്റീൽ പാത്രങ്ങളിലുള്ള കുക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ റിസർച്ചുകളൊക്കെ നടത്തുന്നതിന് ഒരുപാട് ഫണ്ടുകൾ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് രോഗം വരാണ്ടിരിക്കാനായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനായിട്ടുള്ള മഹാമനസ്കരായിട്ടുള്ള ആൾക്കാർ നമുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. ഗവേഷണങ്ങൾ നടത്തുന്നത് മരുന്നുകൾ കണ്ടുപിടിക്കാനും അത് ഇട്ടിട്ട് ബിസിനസ് ഉണ്ടാക്കാനും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിക്ക് ഞാൻ വിടുകയാണ്. നിങ്ങൾ നല്ലത് ചൂസ് ചെയ്യുക. സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ ഫുഡ് ഗ്രേഡ് സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിക്കുക. അതിന് ഇച്ചിരി പൈസ കൂടുതൽ പോയാലും കുഴപ്പമില്ല. ആശുപത്രി ചെന്ന് 2-3 മണിക്കൂർ ഡോക്ടറിനെ കാണാനും ICUയിൽ കിടക്കാനും ഒക്കെ നമ്മൾ പൈസ ചെലവാക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഈ ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉറപ്പായിട്ടും വിഷമടിച്ച് തന്നെ 100% വിഷമടിച്ച് തന്നെയാണ് വരുന്നത്. പലപ്പോഴും ഞാൻ ഈ ഫ്രൂട്ട് സ്റ്റോളുകളിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ മുന്തിരി പറിച്ച് തിന്നുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനത്തെ ബുദ്ധിയില്ലാത്ത പ്രവർത്തനം നിങ്ങൾ ചെയ്യരുത്. കാര്യം ഓൾറെഡി വിഷമടിച്ച് വന്നിരിക്കുന്ന ഒരു സാധനം ഒരു വാഷിങ്ങോ അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ പോലും ചെയ്യാണ്ടെടുത്ത് കഴിക്കുമ്പോൾ നിങ്ങൾക്കത് ദോഷമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അത് എടുത്ത് കൊടുക്കരുത്. കുറച്ച് പുളിയിലോ ഉപ്പ് വെള്ളത്തിലോ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലോ എന്തിനു പോകുന്നു? ഒരു ചിലവില്ലാത്ത കാര്യമാണ്. കുറച്ച് സോഡാപ്പൊടി വാങ്ങിച്ച് ഒരു 20 ഗ്രാം സോഡാപ്പൊടി എടുത്തിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിലിട്ട് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന പച്ചക്കറി അതിൻ്റെ അടുത്ത് പൊത്തി വെച്ചിട്ട് ആ വെള്ളം കൈകൊണ്ട് പോലും തൊടാണ്ടെടുത്ത് കളഞ്ഞ് അതൊന്ന് വാഷ് ചെയ്ത് റണ്ണിങ് വാട്ടറിലിട്ട് വാഷ് ചെയ്ത് നിങ്ങൾ കഴിക്കൂ. നിങ്ങൾ ഇറച്ചി എന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിക്കല്ലേ. ഇന്ന് ഇറച്ചിയുടെ കളർ കണ്ടു കഴിഞ്ഞാൽ കടും ചുവപ്പിലുള്ള ഇറച്ചികൾ, പച്ച കളറിലുള്ള ഭക്ഷണങ്ങൾ, കടും പച്ച കളർ കണ്ണ് തന്നെ അടിച്ചു പോകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ടേസ്റ്റ് ഇൻഡ്യൂസർ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാണ്ടിരിക്കുക. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശീലിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രോഗമായിട്ട് കിടക്കയിൽ കിടക്കുന്നത് കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് അവധി ഉണ്ടാവുമല്ലോ, ഗവൺമെൻറ് ആശുപത്രികളിലുള്ള ക്യാൻസർ വാർഡ് ഒന്ന് ചെന്ന് സന്ദർശിക്കൂ. അവിടുത്തെ ദുഃഖങ്ങൾ കണ്ടു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ചുവന്നതും പച്ച കളറിലുമുള്ള ഇറച്ചികളും ഇതൊക്കെ കൊച്ചുങ്ങളെ കുത്തിക്കയറ്റി കൊടുക്കാണ്ടിരിക്കുക. അവർക്ക് അങ്ങനത്തെ ഒരു വാസന ഉണ്ടാകാണ്ടിരിക്കുക. ഇപ്പൊ ഭക്ഷണം ഇത്തരത്തിലില്ലെങ്കിൽ കുട്ടികൾ വേണ്ടാന്ന് വാശി പിടിച്ചാൽ 2 ദിവസം കുട്ടികൾ വേണ്ടെന്ന് പറയും, 3ാമത്തെ ദിവസം അവർ ഭക്ഷണം കഴിച്ചോളും. നിങ്ങൾ ഇറച്ചി കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മീൻ കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വിഷമടിച്ച പച്ചക്കറി കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്തണം. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് മൊബൈൽ ഫോണുകൾ. ജനിച്ച് 1 വയസ്സാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊച്ചുങ്ങളുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുന്നത്. മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ പറയുന്നത് മൊബൈൽ ഫോൺ അടുപ്പിച്ച് വെക്കുമ്പോൾ തലയുടെ ഉള്ളിൽ ട്യൂമറുകൾ ഫോം ചെയ്യുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കേ വേണ്ട. ഒരു 2 വയസ്സ് വരെ സ്ക്രീൻ ടൈം കൊച്ചുങ്ങൾക്ക് വേണ്ട. അവരെ നിങ്ങൾ അടിക്കാനും പോകേണ്ട, ഒന്നും വേണ്ട. ഈ സാധനം നിങ്ങൾ ഒഴിവാക്കുക. വീട്ടിൽ കുറച്ച് നേരം നിങ്ങൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ഇട്ടിരുന്ന് നല്ല രീതിയിൽ സംസാരിക്കുക. 24 hours ഈ ഫോണും കുത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഫോൺ കൊടുക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിലൂടെ ഒരു കാര്യവും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികൾ നട്ടുവെക്കൂ, കുറച്ച് പപ്പായ നട്ടുവെക്കൂ, നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൂ, നന്നായിട്ട് വ്യായാമം ചെയ്യൂ. നിങ്ങൾ പരമാവധി ഓർഗാനിക്കായിട്ട് ഒരു 100% ഒന്നും ജീവിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഓർഗാനിക്കായിട്ട് ജീവിക്കൂ. കാര്യം ആശുപത്രിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും എന്തിനു പറയുന്നു ലക്ഷദ്വീപിൽ നിന്ന് വരെ കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ മരുന്ന് തേടിയെത്തുന്ന രോഗികളെ. ഇവർ അനുഭവിക്കുന്ന വ്യഥ
സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ വലുതാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനൊരു തണലാണ്. നിങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാവുന്ന തീരാ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒരു കുഞ്ഞനുജനെ പോലെ കൈകൂപ്പി നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ട, ലൈക്ക് ചെയ്യേണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഒരുപാട് വിഷമം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ദൈവത്തെ ഓർത്ത് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ അനുവർത്തിക്കാൻ ശ്രമിക്കണം. ഫോൺ കാണുമ്പോൾ, ഇറച്ചി കാണുമ്പോൾ, പഴവർഗ്ഗങ്ങൾ കാണുമ്പോൾ, പുകവലിക്കാനായിട്ടുള്ള സിഗരറ്റും ബീഡിയും കാണുമ്പോൾ, മദ്യം കാണുമ്പോൾ, മൊബൈൽ ഫോൺ കാണുമ്പോൾ ഒക്കെ, ഫ്രൈങ് പാനും അലൂമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ഈ കുഞ്ഞനുജൻ നിങ്ങൾ വിവരമില്ലായ്മയായിട്ട് കരുതിക്കോ. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയുന്നതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപിൽ കൈകൂപ്പി ഞാൻ പറയാണ്. നന്ദി, നമസ്കാരം.